അനുപേട്ട ആ ഡാലി എന്താണ് ഇരിക്കി? എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യുവാണോ? ആ കുറച്ച് പ്രശ്നമുള്ള ന്യൂ ജനറേഷൻ മാറ്ററാണ് ഇന്ന് വൈകിട്ട് കൊടുക്കാനുള്ളതാണ്. അത് കുഴപ്പമില്ല. എന്താ വന്ന ഡാലി പറയും. ചേട്ടാ മോൻ ഭയങ്കര ഗെയിം കളിയാ, അതൊന്നും അവസാനിപ്പിക്കണം. അവനറിയാതെ അവനൊരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കണം. കുട്ടികളല്ലേ ഡാലി, കുറച്ച് ടൈം അവർക്ക് ഗെയിമിനായിട്ട് കൊടുക്കുക. ചേട്ടാ ഇത് ഭയങ്കര ഓവറാ. ഇന്നലെ ക്ലാസ്സിൽ പോകണ്ടെന്ന് കളിച്ചു, ഇന്ന് ക്ലാസ്സിൽ നിന്ന് വയറുവേനയാന്ന് പറഞ്ഞ് അടവെടുത്തിരുന്നു എന്ന് കളിച്ചു. 10ാം ക്ലാസ്സിലാണെന്നുള്ള ഒരു ബോധവും ഇല്ല. രണ്ട് ചീത്ത പറഞ്ഞ് പേടിപ്പിച്ച മൊബൈൽ ഇങ്ങോട്ട് വാങ്ങി വെക്കടാലി. ചേട്ടാ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ക്രിമിനലിനെ പോലെയാ, ഭയങ്കര ദേഷ്യ. ഞങ്ങൾ രണ്ടാളെയും പേടിയില്ല. രണ്ടുപേരും ജോലിക്കാരായി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ആ ഗെയിം ഓൺലൈൻ ഗെയിമാണോ കളിച്ചുകൊണ്ടിരിക്കണം? അതെ. നമുക്ക് പരിചയമില്ലാത്ത വേറെ ആളുകളുണ്ടോ ആ ഗെയിം ഗ്രൂപ്പിൽ? ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടോ? ഉണ്ട്, ചീത്ത വാക്കുകളാണ് സംസാരിക്കണം. അതൊരു വലിയ പ്രശ്നമാണ് ഡാലി. അതെ ചേട്ടാ, ഒരു സംഭവം ഉണ്ടായി. സംഭവം എന്താണ്? എപ്പോഴും ചോദിക്കുന്നേ. ഇവിടുത്തെ കാറ്റിന് പോലും ഇതിന്റെ പവറാ. ഇവിടെ ഇരുന്ന് കളിച്ചാ നീയും ചെയ്യും. വരുന്നു. ആ വരാം ഡൂ. നീ ആരോടാ സംസാരിക്കണേ? എന്തൊക്കെയാ സംസാരിക്കണേ? ആ ഫോണിൽ നിങ്ങൾ പോയേ, നിങ്ങൾ പണി നോക്കി. ഇതിപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജ് അല്ല, ചെറുപ്പത്തിലെ ശകാരിച്ച് കൂടി എടുത്തിട്ടല്ലേ? കുട്ടികളെ വഴക്ക് പറഞ്ഞാൽ അവർ കടുങ്കൈ ചെയ്യുമെന്നും പറഞ്ഞ് അങ്ങേരും അച്ഛനും അമ്മയും പൊന്നാരിച്ചും വഷളാക്കി വെച്ചേക്കുക. ഇപ്പൊ അവരെ വിലയില്ല. ഡാലി ഒരു പണി, ആ കമ്പനിയിൽ വിളിച്ച് പറഞ്ഞിട്ട് ആ സിം അങ്ങോട്ട് കട്ടി. അതിനെന്താ, വൈഫൈ ഉണ്ടല്ലോ. അന്നാ ഗെയിം അങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്തോളാം. എന്നാ അവനെന്നെ കൊല്ലും. അന്നാ ഒരു പണി, ആ അതിൻ്റെ പാസ്വേഡ് മാറ്റിയിട്. പാസ്വേഡ് മാറ്റിയിട്ട് കഴിയുമ്പോൾ അവൻ എൻ്റെ അത് വീണ്ടും വീണ്ടും കുത്തി ഫോൺ അങ്ങോട്ട് ലോക്കാവും. ലോക്കായി കഴിയാൻ നേരത്ത് എൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകും. ഞാനപ്പോൾ ഫുള്ള് ഫോർമാറ്റ് ചെയ്ത് തരാം. അപ്പോൾ കംപ്ലീറ്റ് ഡാറ്റ പോകും. അതാകുമ്പോൾ എനിക്ക് അവനോടൊന്ന് സംസാരിക്കാൻ കൂടി ചെയ്യാലോ. താങ്ക് യു ഏട്ടാ. എന്നാ ഞാൻ അവനായിട്ട് വരാം. ഇറങ്ങിക്കോട്ടെ. ശരി ഡാലി. ശരി. ഈ ഒരു പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇപ്പോൾ ഈ ഘട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണം. അവരുടെ കുട്ടികൾ തീർച്ചയായിട്ടും ഇത് കാണണം. ഇതിനുള്ളിലെ ചതിക്കുഴികൾ അവർ മനസ്സിലാക്കണം. കേവലം ഒരു വിനോദത്തിലുപരി ഇതിലെന്തൊക്കെ അപകടങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരിക്കണം. ഒന്നും കൈവിട്ട് കളയാനുള്ളതല്ല, ചേർത്ത് പിടിക്കാനുള്ളതാണ്.